ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലൈഫ് വണ്ടർ ഈറ്റ്സ്. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്, കുറേ നാളായി. ഞാൻ മണിപ്പാലിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് വലിയ കാര്യമായിട്ട് വ്ളോഗിങ് ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ കാര്യമായിട്ട് തന്നെ വ്ളോഗ് ചെയ്യുന്നു. അവിടെ ഒരു ഹായ് പറഞ്ഞു. ഹായ് ഞാനിതൊരു ഹായ് വ്ളോഗ്. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വ്ളോഗിന് പോകാനുള്ള റെഡി എടുപ്പിലാണ്. ഗൂയ്സ് കയാക്ക് റെഡി ആയിക്കൊണ്ട്, സോറി ഞാൻ എന്താ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടല്ലേ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ കയാക്കിൽ പോകുന്നു, കയാക്ക്. അപ്പോൾ ഫുൾ ഇവിടെ നിന്നിട്ട് ഫുൾ വ്ളോഗ് എടുക്കാനുള്ള പ്ലാനാണ്. ഫുൾ കയാക്കിങ്. ഇതൊരു 3 hours കയാക്കിങ് ആട്ടോ. മാംഗ്രൂവ് ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒക്കെ പോകാനുള്ള പ്ലാനാണ് നമുക്ക് നോക്കാം, റെഡിയാക്കാം. ഓക്കെ ശരി. ഒന്നല്ല രണ്ടും കൊടുത്തോ. എൻ്റെ ഒരെണ്ണം ഞാൻ വെച്ചോ. നിങ്ങൾ പാഡിങ്ങിന് സിംഗണൈസ് ചെയ്യുക. സെയിം ടൈം സെയിം സൈഡാണ്. ആ പില്ലറില്ലേ താഴത്തെ പുറത്തേക്കണേ, അതിനുള്ളിൽ തന്നെ നിന്നോണം. പുറത്തേക്ക് ഇറങ്ങരുത്. ഒരുമിച്ച് എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് ഇറങ്ങും. ഓക്കെ. ഇപ്പോൾ ലെഫ്റ്റ് കാല് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് റൈറ്റ് മാത്രം ചെയ്ത് രണ്ടുപേരും. റൈറ്റ് കൈ മാത്രം. ലെഫ്റ്റ് കാലും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക്. ആ പുള്ളി ചെയ്യുക വെള്ളത്തിനെ. ശരിക്കും മുക്കടി കേട്ടോ സ്ഥലം. കയാക്കിൻ്റെ പേര് കലിപ്സോ കയാക്കിംഗ് എന്നാണ്. നിങ്ങളിങ്ങോട്ട് എത്തണ്ടേ? നീന്തി പാടേ. കുറച്ചു മുമ്പത്തെ എനിക്ക് കിട്ടിയില്ല, വീഴാൻ പോണത്. രാമന്മാരങ്ങോട്ട് പോയി, ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ ഇതന്നെ കേട്ടോ നമ്മുടെ ഗൈഡ്, നമ്മുടെ മെയിൻ ഗൈഡും നമ്മുടെ മെയിൻ ആളും. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്. ഓഹോയ് ഇതിങ്ങനെ ഒന്നല്ലടാ ഒരു ഡയലോഗില്ലേ, സാധനം ഇറക്കണം. ഫോണൊക്കെ രണ്ട് അവനിത് കഷ്ടപ്പെടുവാണ്. ചോയലിൻ്റെ സിങ്ക്രണൈസേഷൻ വരെ ചോയൽ അവൻ്റെ ഇഷ്ടമുള്ള പോലെ പോണുമുണ്ട്. പറഞ്ഞതേ വേറൊരു ഗ്രൂപ്പും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ഒപ്പം. എന്തുകൊള്ളാണോ അഴുക്കൊള്ളാന്ന് തോന്നുന്നു. അയ്യോ ശരിയാണ് ശരി. ഇങ്ങനെ സൈഡിൽ നിന്ന് വണ്ടിയൊക്കെ കയറ്റി അപ്പുറ സൈഡിലേക്ക് പോകും. ചെമ്മീൻ കെട്ടാണ് സാധനം. So now we are inside the prawn farm. It's an older prawn farm, about 6 hectares of land. ഉണ്ടല്ലോ ഈ കുക്കുകളിൽ ഈ ബ്ലാക്ക് തലകളുണ്ടോ? ഇതുണ്ടോ ബ്ലാക്ക് തല കുക്കുകളുണ്ടോ? ഇതേനു ബ്ലാക്കുകളുണ്ടോ? അതിൻ്റെ പേരാണ് ഐബിസ്. ഭയങ്കര കോൺഫിഡൻസിൽ പറഞ്ഞ ഐബിസ്. അത് മൈഗ്രേറ്ററി ബേർഡാണ്, സൈബീരിയൻ സ്ഥലത്ത് ഒറിജിനാണെന്നൊക്കെയാണ് പറഞ്ഞത് എൻ്റെ ഗൈഡ്. പിന്നെ ആ കാണുന്ന മഞ്ഞയല്ലേ വൈറ്റ്, അത് ഇന്ത്യൻ ഒറിജിനാണ്. പിന്നെ അയ്യോ ഈ കൊക്കിന് എന്തോ പേര് പറയുന്നു, ഈ കൊക്കിന് വേറെ പേര് മറന്നു. ഇതൊരു ഭംഗിയില്ല പറക്കണ. ഇതൊക്കെ ഷാലോ ആട്ടോ. ഇത് പഴയൊരു ചെമ്മീൻ കെട്ടാണ്. പഴയ ചെമ്മീൻ കെട്ട് ഇപ്പോൾ ഇതായതാണ്. അവർ ഹോസ്പിറ്റലിന് വേണ്ടി എടുത്തിട്ട സ്ഥലമാണ്. ഇപ്പോൾ ചെമ്മീൻ കെട്ടുമില്ല, ഒന്നുമില്ല. 10 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞത്. ഇത് മാംഗ്രൂവ് ഫോറസ്റ്റാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, മാംഗ്രൂവ് മരങ്ങളാണ് ഈ സൈഡിലൊക്കെ. നമുക്കിനി അങ്ങോട്ട് പോകാം. ഒട്ടും ആടുമില്ല കേട്ടോ, ഭയങ്കര ഷാലോ. കണ്ട ആക്ച്വലി ശരിക്കും നോക്കി കഴിഞ്ഞാൽ അടി കാണാൻ കാണിച്ചാൽ പറ്റി. ഇതേ താഴെ ടച്ച് ചെയ്തു. അത് ഒട്ടും ആടുമില്ല. ഞങ്ങൾ നേരത്തെ കുടുങ്ങിയൊക്കെ പോയത്. ഞാൻ അവിടെ മണ്ണിൽ പോയി ലാൻഡ് ചെയ്ത് ഷോർ ചെയ്ത്. ഇപ്പോൾ ഇതേ തിരിച്ച് പുള്ളി പോണ പോലെ പോകണം. ഏറ്റവും ഫ്രണ്ടിൽ പോകണതാണ് ഗൈഡ്. പുള്ളി പോണ പോലെ പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോയില്ലാന്ന് പറഞ്ഞു. മുങ്ങിപ്പോയില്ലാന്ന്, അതായത് മണ്ണിൽ കയറില്ല. മാംഗ്രൂവ് ഫോറസ്റ്റ്.
വ്ളോഗിങ് ആണ്, നീയൊക്കെ ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുക വ്ളോഗിൽ. എങ്ങനെയുണ്ടോ ജോയല്ലേ, സംഭവം എങ്ങനെയുണ്ട് നമ്മളിത്? ഇഷ്ടപ്പെട്ടു. ആ ജീര സോഡ, നമ്മുടെ ഗൈഡ് ഇതേ പോകുന്നിട്ട് കുറച്ച് ജീര സോഡ വന്നിട്ടുണ്ട്. ജീര സോഡ അല്ലല്ല, മനസ്സിലായ? ഇന്ത്യൻ നെറ്റ്, ചൈനീസ് നെറ്റ് അല്ല, ഇന്ത്യൻ നെറ്റ്. ഒരു സംഭവം കണ്ട അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറയുക, ആ ബൈക്ക് വെച്ചിട്ടാണ് അവർ ഈ നെറ്റ് പൊക്കം താത്തം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബാക്ക് ടയർ ഊരി മാറ്റി, എന്നിട്ട് അതിന്മേ ഇത് ഫിറ്റ് ചെയ്യും. അതിൻ്റെ കയർ അതിലേക്ക് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ബൈക്ക് ഓൺ ചെയ്ത് ഇതാക്കി കഴിയുമ്പോൾ ഇത് നേരെ ഇത് പൊങ്ങും. അതേപോലെ തന്നെ ഇത് തിരിച്ചു ക്ലച്ച് പിടിച്ച് താത്തോട്ടായിരുന്നു. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് ജീര സോഡയൊക്കെ തന്നു. ജീര സോഡയും കുടിച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകാം. കഴിക്കാൻ കുറച്ച് ചിപ്സും കൂടി ഉണ്ടായിരുന്നു, കൊള്ളാമല്ലോ അവിടെ ഇത്. ഞങ്ങളുടെ കയാക്കിങ് തീരാറായി, ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയി. പിന്നെ അപ്പുറത്ത് ഇന്ന് എക്സ്ട്രീം ലോ ടൈഡ് ഡേ ആണ്. അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് ബാംഗ്ലൂർ ഫോറസ്റ്റിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ദൈവന്മാരുണ്ട് തുഴഞ്ഞു വരുന്നുണ്ട്. ഒന്നിത് ഫുൾ എനർജിയിലാണ്. എടാ എന്നെ കൂടി കെട്ടി വലിച്ചോണ്ട് പോടാ. ഞാൻ ആക്സിഡന്റ് ഇട്ടരുതേ. പോട്ടെ പോട്ടെ. ഓ ഹൈ ഓ ഹൈ. എടാ പാഡിൽ തിരിക്കണ. ആ എല്ലാം കൂടി ഇപ്പൊ വീണേനെ. നല്ല പരിപാടി. ഇടയ്ക്കൊരു മഴ പെയ്തു പിന്നെ കിട്ടത്തില്ല. ഓ അപ്പൊ കവരുണ്ടല്ലേ ഏപ്രിൽ സമയത്ത്. അങ്ങനെ നമ്മുടെ കയാക്കിങ് കഴിഞ്ഞു. ഇത് ജോയിൽ ഓൾറെഡി കയറി, നമ്മുടെ ഇത് കയറിക്കൊണ്ടിരിക്കണു. അവർക്ക് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അല്ല ഹൗസ് ബോട്ട് ഇതല്ല, എൻ്റെ അപ്പുറത്തുണ്ട് ഹൗസ് ബോട്ട്. ഇറങ്ങുന്ന ഒരു ചടങ്ങാണ്, ഒന്ന് റെഡിയാക്കണം. ഓക്കെ, so thank you for watching and I'll see you in the next video of Life Wanted Eats.